അപ്പോൾ വീണ, നമ്മൾ രാവിലെ മുതൽ വലിയൊരു ഓട്ടപ്പാച്ചിലായിരുന്നു. ഇന്ന് കലോത്സവത്തിൻ്റെ ഒന്നാം ദിനമായിരുന്നു. നമുക്ക് വിവിധ വേദികളിൽ പോകാൻ പറ്റി, വിവിധ കലാപ്രകടനങ്ങൾ കാണാൻ പറ്റി. അതൊക്കെ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അനുഭവം തന്നെയായിരുന്നു അല്ലേ? ഇപ്പോഴും പ്രകടനങ്ങൾ, കുട്ടികളുടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേദികൾ സജീവമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ ദിവസം? ആകപ്പാടെ ബുദ്ധിമുട്ടിച്ചത് വെയിലാണ്. പക്ഷെ ഇപ്പോൾ രാത്രിയിൽ ഇപ്പം വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം വരുമ്പോഴത്തേക്കും മഴയായിട്ടാണ് ഇപ്പോൾ പ്രകൃതിയിലെ ഒരു വികൃതി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനിടയിലും ഏറ്റവും സൗന്ദര്യം നിറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ലൈറ്റ് സെറ്റിങ്സ് ആണ്. പല വർണ്ണങ്ങളിൽ ആശ്രമ മൈതാനം മൊത്തം മൂടിയ രീതിയിലാണ് ലൈറ്റ് സെറ്റിങ്സ് നടത്തിയിരിക്കുന്നത്. അത് സംഘാടകർക്ക് അതൊരു അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. എങ്ങനെ തോന്നുന്നു? ഇഷ്ടപ്പെട്ടില്ലേ ഞങ്ങളുടെ കൊല്ലം? തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാൻ ഇനിയും ഉണ്ടല്ലോ ദിവസങ്ങൾ. കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്കിനിയും വീണ ഒരു കൊല്ലംകാരി ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒത്തിരി കാര്യങ്ങൾ കാണിച്ചു തരാനുണ്ട്. നിരവധി വേദികളിൽ നമുക്കിനിയും ചെല്ലാനുണ്ട്. അവിടെയൊക്കെ പല പല വ്യത്യസ്തതകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷ. കൊല്ലത്ത് നിരവധി കാര്യങ്ങൾ കാണാനുണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലേ? അതെ, പ്രതീക്ഷിക്കാം. നമ്മുടെ ആശ്രമ മൈതാനം എന്ന് പറയുമ്പോൾ കൊല്ലം നഗരവാസികൾ പ്രഭാതം ആവട്ടെ സന്ധ്യാനേരം ആവട്ടെ അവരുടെ മെയിൻ ഏരിയ ആണെന്ന് തന്നെ പറയാം. അപ്പോൾ അവർ പ്രഭാത സവാരിക്ക് ഇറങ്ങുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ സായനത്തിൽ നടക്കിറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടേക്കാണ് ഇപ്പം മെയിൻ വേദി നമ്മുടെ കലോത്സവത്തിൻ്റെ വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്കൊരു ആഘോഷരാവും കൂടിയാണത്. എന്നാലും മഴയൊക്കെ പ്രമാണിച്ച് ആൾക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ലൈറ്റ് സെറ്റിങ്സ് കാണാനായിട്ട് നിരവധി പേര് എത്തുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ വിളിക്കുന്ന സമയത്ത് പതുക്കെ മഴ വന്നതുകൊണ്ട് ആൾക്കാരൊന്നും ഒഴിഞ്ഞൊഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വളരെ ഭംഗിയുള്ള, അത് പല തരത്തിലുള്ള നിറങ്ങൾ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ ഇത് തന്നെ നമ്മളിരിക്കുന്ന ഒരു കുടിൽ രൂപത്തിൽ തന്നെ അവർ അത് ആ ഒരു രീതിയിൽ വളരെ നന്നായിട്ട് തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നുള്ളത് പറയേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് കണ്ടാൽ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ചെറിയ മഴയുണ്ട്, പക്ഷേ ആ മഴ നനഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ആ വർണ്ണാഭമായ കാഴ്ചകളൊന്ന് കണ്ടാൽ. അപ്പോൾ വീണ, നമ്മൾ ഈ അലങ്കാര ലൈറ്റുകളൊക്കെ അവസാനമായിട്ട് കാണുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണ്. അടുത്തിടെയാണ് കേരളീയം പരിപാടിയൊക്കെ നടന്നത്. ആ പരിപാടി സർക്കാരിൻ്റെ പരിപാടിയായിരുന്നു, വലിയ വിജയമായിരുന്നു. അപ്പോൾ അവിടെ വലിയ തരത്തിലുള്ള ഈ ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിൽ ഇങ്ങനെയുള്ള പരിപാടികളെയൊക്കെ മനോഹരമാക്കുന്നതിൽ ഇങ്ങനെയുള്ള അലങ്കാരങ്ങൾക്കൊക്കെ വലിയ പങ്കുണ്ടല്ലേ? പിന്നെ കാണികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന, അതായത് നമ്മുടെ കണ്ണിന് ഏറ്റവും മനോഹരമായി തോന്നുന്നത് എന്താണ്? ലൈറ്റ് സെറ്റിങ്സ് വളരെ തോന്നും. അലങ്കാര ലൈറ്റുകൾ അത് പ്രധാന ഒരു ഘടകം തന്നെയാണെന്ന് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കലോത്സവം വന്നപ്പോഴത്തേക്കും ആശ്രമ മൈതാനം മൊത്തവും ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നത് ലൈറ്റുകൾ കൊണ്ട്. പണ്ട് പുതുവത്സരാഘോഷങ്ങളോ മറ്റെന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ കൊല്ലം ബീച്ചൊക്കെ അലങ്കരിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും വിസ്തീർണത്തിൽ കിടക്കുന്ന ആശ്രമ മൈതാനത്ത് ഇത്രയും വിപുലീകരിച്ചിട്ടുള്ള ഒരു അലങ്കാര ലൈറ്റ് ഇതേ കണക്ക് വിന്യസിച്ചിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കും ഒരു പുത്തൻ അനുഭവമാണ്. ഇത്രയും നാളത്തെ നമ്മൾ കലാപരിപാടികൾ കാണാൻ വരുന്നു, അല്ലെങ്കിൽ ഇവിടെ മറ്റു പരിപാടികൾ നടക്കുന്നു, അപ്പോഴൊന്നും ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. അപ്പോൾ കലോത്സവം ആസ്വദിക്കാൻ എത്തുന്നവർക്ക് ഒരു നൈറ്റ് ലൈഫും കൂടെ ആസ്വദിക്കാനുള്ള ഇടമായി കൊല്ലം മാറുന്നു എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ? നമ്മൾ തന്നെ ഇവിടെ എത്തിയിട്ട് കുറച്ച് നേരമായില്ലേ സോന? നമ്മൾ ഇത്ര നേരമായിട്ട് പോയില്ലല്ലോ. നമ്മളിതിങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് പോകുമല്ലേ? നമ്മൾ തന്നെ അതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ വീണ, കൊല്ലം വലിയ ഫുൾ പവറിൽ തന്നെയാണ്. നമ്മളും ഫുൾ ഓണായി തന്നെ നിൽക്കുകയാണ്. നമ്മൾ സന്തോഷങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അപ്പോൾ കൊല്ലം ജില്ല ഏവരെയും സ്വീകരിക്കാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെയാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ ഈ സന്തോഷങ്ങളൊക്കെ അറിയണമെങ്കിൽ പ്രേക്ഷകർ തീർച്ചയായും കൊല്ലം ജില്ലയിലേക്ക് വരണം. എങ്കിൽ മാത്രമേ ഈ സന്തോഷമൊക്കെ അവർക്ക് നേരിട്ട് അറിയാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ വീണ? ഇപ്പം നമ്മൾ വേദി 1 ONV കുറുപ്പ് സ്മൃതി വേദി 1-ലാണ് നിൽക്കുന്നത്. നമ്മുടെ വേദികളുടെ പ്രത്യേകതകൾ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഓരോ വേദികൾക്കും നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക കലാരംഗത്തുള്ള പ്രമുഖരുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ONV കുറുപ്പ് ജയൻ സ്മൃതി, ONV കുറുപ്പ് സ്മൃതി, O മാധവൻ സ്മൃതി, ലളിതാംബിക അന്തർജനം സ്മൃതി, അങ്ങനെ ഓരോ വേദികൾക്കും പ്രത്യേകതയുണ്ട് സോന. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വേദി 1-ലാണ് നിൽക്കുന്നത്. ONV സ്മൃതി വേദി 1-ൽ നിന്നും ക്യാമറമാൻ ബിനോജ് ഫിസോമിനൊപ്പം സോന കണ്ടത്തിൽ ഫിലിപ്പ്, വീണ വിശ്വൻ ചെപ്പള്ളി, കൈരളി ന്യൂസ്.